നമസ്കാരം. കോഡിംഗ് ടോക്സിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കോഡിംഗ് ടോക്സ് എല്ലാ ഓഡിയോ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് എൻ്റെ കോഡിംഗ് ടോക്സ് വിത്ത് വിഷ്ണു വിജി എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റിൽ അവൈലബിൾ ആണ്. സിമിലർലി ഇംഗ്ലീഷിന് തന്നെ ഒരു വെർബാറ്റിം ട്രാൻസ്ക്രിപ്ഷൻ, അതും ലിങ്ക്ഡിൻ, builder.aws.com, അതുപോലെ തന്നെ മീഡിയം ബ്ലോഗ്, ഈ ബ്ലോഗിനും അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ ഒരു മലയാളം വെർഷനാണ്. എസ്പെഷ്യലി ആമസോൺ ക്യൂ എന്ന് പറയുന്ന AI അസിസ്റ്റൻ്റ്, അത് ഉപയോഗിച്ച് എങ്ങനെ കോഡിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാമെന്നും, പിന്നെ ആമസോൺ ക്യൂവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന എല്ലാ വിശദീകരണങ്ങളോ അല്ലെങ്കിൽ എക്സാമ്പിൾസോ എല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ യാതൊരു തരത്തിലും ഈ ഇൻഫർമേഷൻസ് ഒന്നും പ്രതിനിധാനം ചെയ്യുന്നതല്ല. പ്യൂർലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ്. ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, ഈ ഒരു ക്യൂവിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാൻ ഉള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സർവീസ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പേഴ്സണൽ ലേണിംഗ്, അങ്ങനെ എല്ലാ പർപ്പസിനും ആമസോൺ ക്യൂ യൂസ് ചെയ്യാറുണ്ട്. ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആമസോൺ AWS ജനറേറ്റീവ് സർവീസസ് റിലീസ് ചെയ്ത സമയത്ത് അതിലെ ഒരു സർവീസായിരുന്നു ബെഡ്റോക്ക്, മറ്റൊന്ന് കോഡ് വിസ്പറർ എന്ന് പറയുന്ന ഒരു സർവീസായിരുന്നു. ബേസിക്കലി ആ ഒരു സർവീസിൻ്റെ ഒരു പുതിയ വെർഷനാണ് ഈ ആമസോൺ ക്യൂ എന്ന് പറയുന്നത്. ബെഡ്റോക്ക് എന്ന് പറയുന്ന സർവീസ് ഓൾറെഡി ഞാൻ മറ്റേ എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതൊരു API സർവീസാണ്. അത് ഉപയോഗിച്ച് ജനറേറ്റീവ് AI മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റും, ഇൻഫറൻസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ടെക്സ്റ്റ് സമ്മറൈസേഷനോ അല്ലെങ്കിൽ പുതിയൊരു ഇമേജ് ജനറേഷനോ അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പർപ്പസിന്, യൂസ് കേസിന് ജനറേറ്റീവ് AI യൂസ് ചെയ്യേണ്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആമസോൺ ബെഡ്റോക്ക് യൂസ് ചെയ്യാൻ പറ്റും. അന്ന് അത് റിലീസ് ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ജനറേറ്റീവ് AI കോഡിംഗ് അസിസ്റ്റൻ്റ് കൂടി ആമസോൺ റിലീസ് ചെയ്യുകയുണ്ടായി. അതാണ് കോഡ് വിസ്പറർ എന്ന് പറയുന്ന സർവീസ്. പിന്നീട് ഈ വർഷങ്ങളിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് അതിൻ്റെ ടോപ്പിൽ AWS ആഡ് ചെയ്തു. ഇന്ന് അത് ആമസോൺ ക്യൂ എന്ന് പറഞ്ഞ പേരിൽ അവൈലബിൾ ആണ്. ആമസോൺ ക്യൂ ബേസിക്കലി 2 വെർഷനിൽ അവൈലബിൾ ആണ്. ഒന്ന് ആമസോൺ ക്യൂ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു വെർഷനുണ്ട്, പിന്നെ ആമസോൺ ക്യൂ ബിസിനസ് എന്ന് പറയുന്ന വെർഷനുണ്ട്. ഇത് രണ്ടും ആക്ച്വലി ഒരു AI അസിസ്റ്റൻ്റാണ്. AI അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്രധാന ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ള ഒരു AWS എക്സ്പേർട്ടായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും. നമ്മുടെ ഒരു ഫ്രണ്ട് പോലെയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട്, നമ്മുടെ കൂടെ സദാസമയമുള്ള ഒരു എക്സ്പേർട്ടിനെ പോലെ അതിനെ കണക്കൂട്ടാൻ പറ്റും. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണോ അതിനടുത്ത് ചോദിക്കാം. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യണം, എസ്പെഷ്യലി ആപ്ലിക്കേഷൻസ്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി AWS സർവീസസ് വെച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആണ്. ഈ ആമസോൺ ക്യൂവിൻ്റെ റെലവൻസ് അവിടെയാണ് വരുന്നത്. കൂടുതൽ അത് റിലേറ്റായി വരുന്നത് AWS റിലേറ്റഡ് സർവീസസിനാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കേസസിനൊക്കെ യൂസ് ചെയ്യാം ഡെവലപ്മെൻറ്റിന്. ഒപ്പം തന്നെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ആമസോൺ ക്യൂ അത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് എക്സ്പ്ലനേഷൻസ് ചെയ്തു തരും. സോ ഇത് ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിനെക്കാളും ഇൻ എ വേ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്ന്, 24/7 നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ AWS ഓൾവേസ് ഇതിന് പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്, ഈ പാറ്റേൺസ് ഓൾറെഡി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനെ ബേസ് ചെയ്ത് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണോ ഇതിൻ്റെ അടുത്ത് ചോദിക്കാം. ഇതൊക്കെ തരുന്ന ആൻസേഴ്സ് നമുക്ക് ട്രസ്റ്റബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി ഈവൻ പുതിയൊരു ആർക്കിടെക്ചർ, ഒരു ആപ്ലിക്കേഷൻ
ആർക്കിടെക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. നമുക്കത് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരാൻ വേണ്ടി ഇത് കറക്റ്റ് AWSൻ്റെ ഒരു ബെസ്റ്റ് പ്രിൻസിപ്പിൾസിനെ പ്രാക്ടീസസിനെ ബേസ് ചെയ്തിട്ടാണോ ഈ ആർക്കിടെക്ചർ അലൈൻഡ് ആണോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മുടെ ഒരു പുതിയൊരു ആർക്കിടെക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം അതിനെന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാനും ഇങ്ങനെ ക്യൂ യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൾ ഇൻ ഓൺ ഓൾവേസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സ്പേർട്ടായിട്ട് വേണമെങ്കിൽ AWS ആമസോൺ ക്യൂവിനെ നമുക്ക് കണക്കൂട്ടാം. സോ ആമസോൺ ക്യൂവിൻ്റെ ഒരു 2 ഡിഫറെൻറ്റ് വെർഷൻസാണ് ആമസോൺ ക്യൂ ഡെവലപ്പർ എന്ന് പറയുന്നത്, പിന്നെ ആമസോൺ ക്യൂ ബിസിനസ് എന്ന് പറയുന്നത്. ആമസോൺ ക്യൂ ഡെവലപ്പർ എന്ന് പറയുന്നത് മെയിൻലി ഒരു ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻ്റ് ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനെ കുറച്ചുകൂടെ ഓഗ്മെൻറ്റ് ചെയ്യാം. നമുക്ക് പുതിയ കോഡ് അത് യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡീബഗ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും പറ്റും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കോഡ് ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആമസോൺ ക്യൂ വെച്ചിട്ട് പറ്റും. മാത്രമല്ല ലെഗസി ആപ്ലിക്കേഷൻസ് മോഡേണൈസ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് മോഡേണൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യൂസ് കേസാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഓൺ പ്രമൈസ് ആയിട്ടുള്ള ഫയൽ സിസ്റ്റവും അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജും ആയിരിക്കും. ഈ സ്റ്റോറേജ് വർക്ക് ചെയ്യും, ബട്ട് ആക്ച്വലി ഇത് സ്കെയിലബിൾ ആയിരിക്കില്ല. കൂടുതൽ യൂസേഴ്സ് വരാൻ നേരത്ത് അത് ഒന്നുകിൽ അത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും, അതിൻ്റെ സൈസ് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇൻ അഡ്വാൻസ് ആയിട്ട് ഇത് കൂടുതൽ സൈസ് കൂട്ടി വയ്ക്കേണ്ടുന്നൊരു കേസ് വരുന്നു. കാരണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് യൂസേഴ്സ് കൂടുന്നതെന്ന് കുറയുന്നതെന്നോ. സോ സ്കെയിലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. പിന്നെ റിലയബിലിറ്റി ഇഷ്യൂ ആണ്. അങ്ങനത്തെയൊക്കെ ഉള്ള പ്രശ്നം വരും. കാരണം ഒരു ഡേറ്റാ സെൻറ്റർ ഒരു ഓൺ പ്രമിസ് ഡേറ്റാ സെൻറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡൗൺ ആയാൽ പിന്നെ അതിൻ്റെ ഒരു കോപ്പി വേറെ ഒരു സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ റിവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹൈ അവൈലബിലിറ്റി, റിലയബിലിറ്റി ഇതൊക്കെ ഒരു പ്രോബ്ലമായിട്ട് വരാറുണ്ട്. ഈ ഒരു കേസിലാണ് ക്ലൗഡിലേക്ക് ഉള്ള ഒരു മോഡേണൈസേഷൻ കൂടുതൽ കമ്പനീസും യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു മോഡേണൈസേഷൻ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഒരു യൂസ് കേസാണ് ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ ലോക്കൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിൽ ഇതിനെ ക്ലൗഡിലുള്ള സ്കെയിലബിൾ ഒരു സ്റ്റോറേജ് സർവീസായിട്ട് മാറ്റാൻ പറ്റും. അത് S3 അതിനൊരു വയബിൾ ഒരു ഓപ്ഷനാണ്. സോ ആ സമയത്ത് നമുക്ക് നമ്മുടെ ലെഗസി ആപ്ലിക്കേഷൻ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ ആമസോൺ ക്യൂവിൻ്റെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റൻഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് കോഡ് എന്താണ് ചെയ്യണതെന്ന് മനസ്സിലാവും. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കിട്ടും. നെക്സ്റ്റ് ഈ പറഞ്ഞ ഈ ക്യൂവിൽ തന്നെ ഏജൻറ്റ് മോഡുണ്ട്. ഏജൻറ്റ് മോഡ് മീൻസ് അതിന് ആക്ഷൻസ് കൂടി ചെയ്യാൻ പറ്റും. ജനറേറ്റീവ് എയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിന് പുതിയ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ഏജൻറ്റിക് എയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഈ ജനറേറ്റീവ് എയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനറേറ്റീവ് എ പോലെ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാനും പിന്നെ ആ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം പോലെ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. സോ അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഏജൻറ്റ് മോഡ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, ഈ ലെഗസി ആപ്ലിക്കേഷൻസ് ഓൺ പ്രമിസ് ഉള്ള ഒരു ഫയൽ ഷെയറിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ കോഡ് ഇമ്പ്രൂവ് ചെയ്ത് അതിനെ മാറ്റി മോഡേണൈസ്ഡ് രീതിയിൽ S3യിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് ഫൈൻഡ് മൈ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, അതിന് ഈ പുതിയ ഇംഗ്ലീഷിൽ കൊടുക്കേണ്ടി വരും ആ ഒരു പ്രോംപ്റ്റ്. പ്ലീസ് ഫൈൻഡ് മൈ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് കറൻ്റ്ലി കണക്റ്റിംഗ് ടു മൈ ലോക്കൽ ഫയൽ ഷെയർ സിസ്റ്റം, ക്യാൻ യു കണക്ട് ദാറ്റ് ടു AWS S3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ ക്യൂ ഈ നമ്മുടെ പ്രോംപ്റ്റ് അനലൈസ് ചെയ്യും, അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഓട്ടോമാറ്റിക് ബിഹൈൻഡ് ദ സീൻ അത് ഡിഫറെൻറ്റ് ടാസ്ക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഏജൻറ്റിനെ അസൈൻ ചെയ്യും. ഇത് ഈ നെസസറി കോഡ് ചേഞ്ചസ് ചെയ്യും. നമുക്കത് ഒന്ന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കറക്റ്റ് നമ്മൾ കറക്റ്റ് കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ബിൽഡ് കറക്റ്റ് ആക്കും. ഓട്ടോമാറ്റിക് ബിൽഡ് കറക്റ്റ് ചെയ്ത് തരും. മോസ്റ്റ് ഓഫ് ദ കേസ് ഏജൻറ്റ് വർക്ക് ഫ്ലോയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് എഴുതും, അത് തന്നെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കും. .NET ആണെങ്കിൽ അത് തന്നെ ബിൽഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു ഏജൻറ്റിക്ക് ബെനിഫിറ്റ്സ് ക്യൂ ഡെവലപ്പർ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടും. ഒപ്പം തന്നെ ചില സമയങ്ങളിൽ എന്തെങ്കിലും അൺനോൺ ഇഷ്യൂസ് അല്ലെങ്കിൽ സ്പെസിഫിക് ബഗ്സ് വന്നു കഴിഞ്ഞാൽ
അത് ഫിക്സ് ചെയ്യാനും ഈ പറഞ്ഞ ഏജൻറ്റ് KI വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആമസോൺ ക്യൂ ഡെവലപ്പറിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എക്സിസ്റ്റിങ് ബാക്കി ഉള്ള ടൂൾസിൻ്റെ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ Copilot, മൈക്രോസോഫ്റ്റ് Copilot അല്ലെങ്കിൽ ജെമിനായി, ChatGPT പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്യുന്ന അതേ ഒരു അപ്രോച്ച് തന്നെയാണ് ഈ പറഞ്ഞ ആമസോൺ ക്യൂവിലും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോൺ എക്കോസിസ്റ്റമായിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു കുറച്ചുകൂടി ബെറ്ററായിട്ട് റെസ്പോൺസസ് കിട്ടുന്ന ക്യൂ സർവീസാണ്, സർവീസ് ഏജൻറ്റ് KI സർവീസാണ് ഈ പറഞ്ഞ ക്യൂ എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ അണ്ടർലൈങ് മോഡൽ എന്ന് പറയുന്നത് ക്ലൗഡ് സോണറ്റാണ് യൂസ് ചെയ്യുന്നത്. ആന്ത്രോപ്പിക്കിൻ്റെ ക്ലൗഡ് സോണറ്റ് മോഡലാണ് യൂസ് ചെയ്യുന്നത്. അത് കോഡിങ്ങിനും കോൺവെർസേഷനും ബെറ്റർ ആയിട്ടുള്ള മോഡലാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ആമസോൺ അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസും അവരുടെ എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺസും അവരുടെ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്, വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മളൊന്ന് വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കി തരും. ഇതിൻ്റെ മറ്റൊരു വെർഷനാണ് ആമസോൺ ക്യൂവിൻ്റെ മറ്റൊരു വെർഷനാണ് ആമസോൺ ക്യൂ ബിസിനസ് എന്ന് പറയുന്നത്. ആമസോൺ ക്യൂ ബിസിനസ് ഒരു എൻ്റർപ്രൈസ് നോളേജ് അസിസ്റ്റൻ്റ് ആണ്. അതായത് എൻ്റർപ്രൈസിന്, ബിസിനസ്സിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിലുള്ള ഡേറ്റ ഡെവലപ്പേഴ്സിനോ അല്ലെങ്കിൽ മറ്റ് റോൾസിലുള്ളവർക്കോ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ചാറ്റ് ഇൻ്റർഫേസാണ് ആമസോൺ ക്യൂ ബിസിനസ് എന്ന് പറയുന്നത്. കാരണം ഓർഗനൈസേഷൻ്റെ ഡേറ്റ ഒരുപാട് വാസ്റ്റായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയായിരിക്കും. ഇത് ഒരു കോൺഫറൻസ് ഡോക്യുമെൻറ്റിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്പെസിഫിക് ഡോക്യുമെൻറ്റിലോ പോയി റീഡ് ചെയ്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയമെടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മാത്രമല്ല അത് ചിലപ്പോൾ വാസ്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ജനറേറ്റീവ് AI യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ആമസോൺ ക്യൂ ബിസിനസ് എന്ന് പറയുന്നത്. സോ കമ്പനിയുടെ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഇൻറ്റേർണൽ നോളജ് അല്ലെങ്കിൽ വിക്കീസ്, ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം ഈ ആമസോൺ ക്യൂ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ അതൊരു എൻ്റർപ്രൈസ് നോളജ് മാനേജ്മെൻറ്റായിട്ട് കണക്കാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ പറ്റും. സോ ഈ 2 വെർഷനാണ് മെയിൻലി ഉള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആമസോൺ ക്യൂ ഡെവലപ്പറിനെ കുറിച്ചാണ്. കാരണം ക്യൂ ബിസിനസ് ബേസിക്കലി ഈസി ടു അണ്ടർസ്റ്റാൻഡ് സർവീസാണ്. അത് മെയിൻലി പറഞ്ഞ പോലെ ഒരു ഇൻഫർമേഷൻ റിട്രീവൽ സിസ്റ്റം പോലെയാണ് ചെയ്യുന്നത്. ബട്ട് വിത്ത് ജനറേറ്റീവ് AIയുടെ ഫീച്ചർ, കുറച്ചുകൂടെ സമ്മറൈസേഷനും കുറച്ചുകൂടെ ബെറ്റർ എക്സ്പ്ലനേഷനും നമുക്ക് വേണ്ടുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും ക്രോസ് ചെക്ക് ചെയ്യാനും ഒക്കെ ക്യൂ ബിസിനസ് സഹായിക്കും. ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ സേഫ് ആയിരിക്കുമോ എന്നുള്ളതാണ്. ആസ് പെർ ആമസോൺ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഡേറ്റ, വെദർ അത് കോഡിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൊടുക്കുന്ന ചാറ്റിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ആക്ച്വലി നമ്മുടെ അക്കൗണ്ടിനകത്ത് തന്നെ റിമെയിൻ ആയിട്ടിരിക്കും. അത് പുറത്തോട്ട് പോകത്തില്ല. സോ എൻ്റെ അക്കൗണ്ടിനകത്ത് നിന്നാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് മറ്റു കാര്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ അത് അതിനകത്ത് തന്നെ ആയിരിക്കും. സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റ മറ്റ് ഓർഗനൈസേഷൻസിന് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയോ ചെയ്യില്ല. നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടി മാത്രം, നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ പർപ്പസിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കിതിനെ ട്രസ്റ്റ് ചെയ്യാനും ഈ നമ്മുടെ ഡേറ്റ നമ്മുടെ അക്കൗണ്ടിൽ മാത്രം റിമെയിനായി ഇരിക്കുവാനും എൻഷുർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻസിൽ മിക്കവാറും യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള സർവീസസ് ആയിരിക്കും. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ ഈ പറഞ്ഞ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓൺലി എയ്തർ AWS അല്ലെങ്കിൽ അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് സർവീസസ് ആയിരിക്കും. ഒരു പബ്ലിക് AI അസിസ്റ്റൻറ്റിന് കാലം യൂസ് ചെയ്യുന്നതാണ്. പബ്ലിക്കിൽ ആയിട്ടുള്ള AI അസിസ്റ്റൻസിൽ യൂസ് ചെയ്യുന്ന കോഡ്സ് മേ ബി അത് ലീക്ക് ആവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഇനി ഈ ആമസോൺ ക്യൂ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഒന്ന് ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് സപ്പോർട്ട് ചെയ്യുന്ന എഡിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആമസോൺ ക്യൂവിൻ്റെ ആ എക്സ്റ്റൻഷൻ നമുക്ക് അവൈലബിൾ ആവും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഇനിഷ്യലി AWS ബിൽഡർ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറയും. ബിൽഡർ അക്കൗണ്ട് ആക്ച്വലി ഫ്രീ ആണ്.
ആർക്ക് വേണോ ക്രിയേറ്റ് ചെയ്യാം. സോ വൺസ് ആ ബിൽഡർ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ക്യൂ ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. സോ ഇതിൻ്റെ പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രീ ടയറിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു യൂസേജ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഒരുപാട് കോൺവെർസേഷൻസ് ചെയ്യാൻ പറ്റും. ഒരു ലിമിറ്റുണ്ട്, ബട്ട് ആക്ച്വലി അത് എനഫാണ്. ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ എനഫാണ്. ഒപ്പം തന്നെ ഏജൻറ്റ് KA ഫീച്ചേഴ്സ്, നിങ്ങൾ കോഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് എല്ലാം ബൈ ഡിഫോൾട്ട് തന്നെ കിട്ടും. സോ ഫ്രീ അക്കൗണ്ടിൽ തന്നെ എനഫാണ്. ജസ്റ്റ് ഒരു ബിൽഡർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് മാത്രമാണ് ആവശ്യം. അതാണ് ആ രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതേ ഈ VS കോഡിൽ ഇതേ ക്യൂ എക്സ്റ്റൻഷനിൽ 2 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ചാറ്റ് മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതായിരിക്കും ഡിഫോൾട്ടായിട്ട്. നിങ്ങൾക്ക് ഏജൻറ്റ് മോഡും ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. അതിലൊരു ടോഗിൾ സ്വിച്ച് ഉണ്ട്, അത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏജൻറ്റ് മോഡ് ഓൺ ആവും. ഏജൻറ്റ് മോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്നെ കോഡ് എഴുതി തരും, ഇഷ്യൂസ് ഫിക്സ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ക്യാൻ യു റൈറ്റ് എ ഫങ്ഷണാലിറ്റി ടു മൂവ് മൈ എക്സിസ്റ്റിംഗ് ലെഗസി സ്റ്റോറേജ് ടു S3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ കോഡ് ആഡ് ചെയ്യും. വൺസ് അത് കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യും. ഇപ്പോൾ .NET-നാണെങ്കിൽ അത് ബിൽഡ് ചെയ്യും, മറ്റു ലാംഗ്വേജസിനാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബിൽഡായിരിക്കും ചെയ്യുന്നത്. കമ്പൈലേഷൻ ആൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എറേഴ്സ് ചിലപ്പോൾ എക്സ്പെക്റ്റഡ് ആവാം, കാരണം ഇതൊരു ഇറ്ററേറ്റീവ് പ്രോസസ്സാണ് ഈ ഏജൻറ്റ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് വൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഈ കോഡ് ആഡ് ചെയ്യും. അതിൻ്റെ .NET-ലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ പറഞ്ഞ SDK-ൻ്റെ ഫസ്റ്റ് ഇത് അനലൈസ് ചെയ്തിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇത് ഓക്കെ, ഇത് എക്സിസ്റ്റിംഗ് ലെഗസി, ഈ പറഞ്ഞ ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇങ്ങനെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ലെഗസി സ്റ്റോറേജ് മാറ്റിയിട്ട് എനിക്ക് S3 യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ലെഗസിയിൽ എങ്ങനെയാണ് അത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ള ഒരു ബേസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അത് എൻ്റെ കോണ്ടെക്സ്റ്റൽ മെമ്മറിയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഇത് SDK ആഡ് ചെയ്യും. അതായത് ഈ പറഞ്ഞ നമ്മുടെ ആപ്ലിക്കേഷൻ AWSലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് ഉണ്ട്. അത് നുഗറ്റ് വഴിയാണ് നോർമലി ഈ .NET ആപ്ലിക്കേഷൻസിന് ആഡ് ചെയ്യുന്നത്. പൈതണിനാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് പിപ്പ് പാക്കേജസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോഡിനാണെന്നുണ്ടെങ്കിൽ NPM പോലെയുള്ള പാക്കേജസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ഏത് ലാംഗ്വേജാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് പാക്കേജസ് അത് ഇൻസ്റ്റാൾ ചെയ്യും. വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നെസസറി കോഡും അത് ആഡ് ചെയ്യും. കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ അതിലേക്ക് കണക്ട് ചെയ്യേണ്ടുന്ന കോഡും മറ്റ് ചേഞ്ച് ഓവറും ഒക്കെ ഇത് തന്നെ വരുത്തും. ഏജൻറ്റ് തന്നെ അതിൻ്റെ ഇൻ്റലിജൻസ് ഉണ്ട്. ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ആ പറഞ്ഞ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് ടോക്കണൈസ് ചെയ്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെമാൻറ്റിക് സെർച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അണ്ടർലൈങ് മോഡൽ ക്ലൗഡ് സോണറ്റാണ് മോഡൽ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് AWSൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസും ഗൈഡ് ലൈൻസും മറ്റ് നോളജ് ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് ബെസ്റ്റ് പ്രാക്ടീസ് വെച്ച് ഇത് കോഡ് എഴുതി വൺസ് ഇത് ബിൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വീണ്ടും ഇതേ ഇൻഫർമേഷൻ വെച്ച് ഇറ്ററേറ്റീവായിട്ട് ബിൽഡ് സക്സസ് ആവുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. സെർവർലെസ് ആപ്ലിക്കേഷൻസ്, ലാംഡ, EC2 ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് AWSലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്തു, ഒരു ലാംഡ ചെയ്തു, അതെങ്ങനെ ഡിപ്ലോയ് ചെയ്യണമെന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും, ഈവൻ ക്ലൗഡ് ഫോർമേഷൻ ഒരു വേ ആണ് ഇതിനെ ഒരു ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളത്. സെർവർലെസ് ഫ്രെയിംവർക്ക് വെച്ചിട്ട് ക്ലൗഡ് ഫോർമേഷനായിട്ട് ഡിപ്ലോയ് ചെയ്യുക. സോ ആ ഒരു അപ്രോച്ചും ഇതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഏജൻറ്റ് മോഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഒരു ചാറ്റ് വിൻഡോയിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകൾ നമുക്ക് ഒരേ സമയം തന്നെ ആസ്ക് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അത് ഡിഫറെൻറ്റ് കോൺവെർസേഷൻ ടോപ്പിക്ക് പോലെ കീപ്പ് ചെയ്യും. സോ പാരലലി നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. ഇത് ഫ്രീ വെർഷനിൽ തന്നെ കിട്ടുന്നുണ്ട് ആക്ച്വലി. സോ ഇതാണ് ഒരു അപ്രോച്ച്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എഡിറ്റർ വഴി ഇതിൻ്റെ ഏജൻറ്റ് അതിൻ്റെ ആ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത്.
ചില ഡെവലപ്പേഴ്സ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ChatGPT അല്ലെങ്കിൽ ജെമിനായോ കോപ്പൈലറ്റോ വെബിൽ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൻ്റെ കോഡ് കോപ്പി ചെയ്ത് ഇതിലേക്ക് ഇടും. ബട്ട് ഇതിൽ ക്യൂവിൽ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഡയറക്റ്റാണ്. സിമിലർലി തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസിലും കോപ്പൈലറ്റിലും ഒക്കെ തന്നെ ഇതുപോലെ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. സോ ക്യൂവിൽ ബേസിക്കലി എക്സ്റ്റൻഷൻസ് വെച്ചാണ് ചെയ്യുന്നത്. കാരണം കോഡ് കോപ്പി ചെയ്തിടുക എന്ന് പറയുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് അപ്രോച്ചാണ് ആമസോൺ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലെ അല്ല, പകരം ആമസോൺ AWSൻ്റെ എക്കോസിസ്റ്റത്തിനകത്ത് നിന്നുള്ള ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. മറ്റേ ഈ ജെമിനായോ അല്ലെങ്കിൽ അതുപോലെ ഒരു പബ്ലിക് AI അസിസ്റ്റൻറ്റ് സിസ്റ്റം അല്ല, ഇത് കൂടുതലും ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റിനെ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. സോ ഇതാണ് ഒരു അപ്രോച്ച്. സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് AWS CLI എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്. AWS CLI ടൂൾ മീൻസ് നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വഴി AWSൻ്റെ സർവീസസിൻ്റെ ആയിട്ടുള്ള ഫങ്ഷൻസ്, സർവീസസിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവീസസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ സർവീസിനെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് CLI ടൂൾ വെച്ചിട്ട് ചെയ്യാം. ഡെവോപ്സ് കൂടുതലും ആ ഒരു ടൂൾ വെച്ചിട്ടായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. കാരണം കമാൻഡ് ലൈൻ പോലെ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി കമാൻഡ് കൊടുക്കേണ്ടി വരും, അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ആയിരിക്കില്ല, വളരെ കമാൻഡ് വഴിയായിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് ചില റോൾസിന് അത് വളരെ യൂസ്ഫുൾ ആണ്, ഈസി ആയിട്ട് വരും. സോ ഈ ഒരു അപ്രോച്ച് വച്ചിട്ട് ചെയ്യുന്നവർക്ക് അവർക്ക് ആ കമാൻഡ് രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. സോ അങ്ങനെയുള്ള യൂസേഴ്സിന് എളുപ്പത്തിന് വേണ്ടിയാണ് ഈ AWS CLI ക്യൂവിന് വേണ്ടി ഒരു CLI കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് ആമസോൺ ക്യൂ CLI എന്ന് പറയുന്നത്. അത് സെപ്പറേറ്റ് ഡൗൺലോഡാണ്, ചെറിയൊരു ആപ്ലിക്കേഷനാണ്. വൺസ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡർ അക്കൗണ്ട് വെച്ചിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് തിരിച്ച് ആൻസേഴ്സ് തരും. അത് ബേസിക്കലി ഒരു കമാൻഡ് പ്രോംപ്റ്റ് പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. വിഷ്വൽ സ്റ്റുഡിയോയിലുള്ള ഇൻ്റഗ്രേഷൻ്റെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈവൻ ഈ ആമസോണിൻ്റെ പല വർക്ക്ഷോപ്സിലും യൂസ് ആമസോൺ CLI ഫോർ ഡെവലപ്പിംഗ് സെർവർലെസ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ടൈറ്റിൽ കാണാം. ബേസിക്കലി CLI ആണ് ഉദ്ദേശിക്കണമെങ്കിലും ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത് ഈ VS കോഡിനകത്താണ്. കാരണം VS കോഡിൽ നമുക്ക് എഡിറ്റർ ID റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൂടി കിട്ടും. അത് കിട്ടുന്ന കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ കോഡ്സ് ഓപ്പൺ ചെയ്യാനും നമുക്ക് കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. CLI വെച്ചിട്ട് ഇൻഡിവിജ്വലി ചെയ്യാം, പക്ഷേ ആ സമയം നമ്മളൊരു ഫോൾഡറിൽ നിന്ന് ആ കോണ്ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതും പിന്നെ എഡിറ്റിങ് നമ്മൾ മാനുവലി സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. സോ വിതിൻ ദ ID തന്നെ ഇൻറ്റഗ്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്, ഡെവലപ്പ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് വരും. സോ ഈ രണ്ട് അപ്രോച്ചും കഴിഞ്ഞാൽ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഓൺ ദ ഗോ ആയിട്ടുള്ള ആൾക്കാർക്ക്, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു അപ്രോച്ചുണ്ട് ആമസോൺ ക്യൂ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ. അത് സ്പെസിഫിക് ആമസോൺ ക്യൂവിന് വേണ്ടിയുള്ള അപ്രോച്ചല്ല. അവർക്ക് വേണമെങ്കിൽ ആമസോൺ AWS മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, അതിൽ ആമസോൺ ക്യൂ ഉണ്ട്. സോ അത് വെച്ചിട്ട് എന്തെങ്കിലും ക്വിക്കായിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ആ ക്യൂ വെച്ചിട്ട് ഓൺ ദ മൊബൈലിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ കിട്ടും. സോ ബേസിക്കലി ലേണിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഇഷ്യൂവിനെ കുറിച്ചൊരു അലേർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതെപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഓർഗനൈസേഷൻ കോണ്ടെക്സ്റ്റിൽ ചില ഓർഗനൈസേഷൻസ് അവരുടെ ഓർഗനൈസേഷൻ്റെ ഒരു അക്കൗണ്ട് കാണും, അവർ അവരുടെ പാർട്ടായിട്ട് ആമസോൺ ക്യൂ സർവീസും പ്രൊവൈഡ് ചെയ്യും. അത് വെച്ചിട്ട് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഡെവോപ്സാർക്ക് ഈ പറഞ്ഞ ഈ ആപ്പ് വഴി ആമസോണിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി ക്യൂ ആയിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ ക്വിക്കായിട്ട് നോക്കാനും അതിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാനും ഒക്കെ പറ്റും. കാരണം ഈ ഒരു പറഞ്ഞ ഇൻറ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് ബേസിക്കലി ഒരുപാട് സർവീസസുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ മാത്രമല്ല, എന്തെങ്കിലും കോൺഫിഗറേഷൻ ഇഷ്യൂസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആമസോൺ ക്യൂവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ കോഡ് ലെവലിൽ ഓൾറെഡി കോപ്പൈലറ്റ് ജെമിനയൊക്കെ യൂസ് ചെയ്യുന്ന ChatGPT അവർക്ക് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. കാരണം കോഡ് കംപ്ലീഷൻ അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ബെസ്റ്റ് പ്രാക്ടീസസ് ഇതൊക്കെ ക്യൂവിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
ഐഡിയയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതൊരു സിഗ്നിഫിക്കൻറ്റ് ബെനിഫിറ്റാണ്. കാരണം ആ കോഡിൻ്റെ ഫുൾ കോണ്ടെക്സ്റ്റ് ഈ പറഞ്ഞ ക്യൂ സിസ്റ്റത്തിന് അറിയാൻ പറ്റും. സോ അത് നമ്മുടെ എക്സിസ്റ്റിംഗ് ലെഗസി ആപ്ലിക്കേഷൻ കമ്പൈൻഡ് വിത്ത് അതർ AWSൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ വിത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്ലൗഡ് മോഡലിൻ്റെ ഇൻ്റലിജൻസ് ഇതെല്ലാം കൂടി ചേർത്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതൊരു ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും. പിന്നെ ബാക്കി ഉള്ള സർവീസസ്, ഫോർ എക്സാമ്പിൾ കോപൈലറ്റ് അല്ലെങ്കിൽ ജെമിനൈ, GPT ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നവർക്ക് ഈ ഡിഫറെൻറ്റ് മോഡൽസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. കാരണം ആമസോണിൽ ഈ ക്യൂവിൽ ബേസിക്കലി ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലൗഡ് സോണറ്റ് മോഡലാണ്. ഈ ക്ലൗഡ് സോണറ്റ് മോഡൽ തന്നെ പല പർപ്പസിന് വേണ്ടി അവർ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോഡ് ഫയലിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു ക്ലൗഡ് സോണറ്റ് ആ ഒരു മോഡലിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഔട്ട്പുട്ട് തരുന്നത്. സിമിലർലി നമ്മൾ AWS സർവീസിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു വെർഷൻ ഓഫ് മോഡലിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ കൺസോൾ വഴി എന്തെങ്കിലും ട്രബിൾ ഷൂട്ട് ചെയ്യാനോ അങ്ങനത്തെയുള്ള കേസസിൽ ഇൻട്രാക്ട് ചെയ്യാൻ നേരത്ത് വേറൊരു രീതിയിലുള്ള ഇതായിരിക്കും. സോ ഈ കോപൈലറ്റ് അല്ലെങ്കിൽ മറ്റ് ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് സ്വിച്ച് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. ബൈ ഡിഫോൾട്ട് അത് ഇൻഹറൻ്റായിട്ട് ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇത് ഡേറ്റ ഈ അക്കൗണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇത് പുറത്ത് പോകുന്നില്ല. സോ ഇതിൻ്റെ എൻ്റർപ്രൈസ് സെക്യൂരിറ്റിയും ഡേറ്റ പ്രൈവസി പ്രിൻസിപ്പിൾസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബിഗ് എൻ്റർപ്രൈസസ് ആക്ച്വലി ഈ പറഞ്ഞ ക്യൂ സർവീസും AWS സർവീസും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ സർവീസിൽ കൂടുതലായിട്ടും ഈ ബെറ്റർ കോഡിങ്ങും പാറ്റേൺസ് സ്ട്രക്ചേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കാനും ജനറൽ ഇംപ്ലിമെൻറ്റേഷനും വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള അൽഗോരിതംസ് അല്ലെങ്കിൽ പാസ്വേഡ്സ് API കീസ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിവതും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് കൂടുതലും ഡെവലപ്മെൻറ്റ് ഓഗ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പർപ്പസിനായിട്ട് ഇത് ഈ സിസ്റ്റത്തിനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഈ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിലും അത് എൻഷുർ ചെയ്യണം. ഒന്ന് ആമസോൺ ഫോളോ ചെയ്യുന്നത് AWS ഫോളോ ചെയ്യുന്ന ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി മോഡലാണ്. ബൈ ഡിഫോൾട്ട് ഈ ഡേറ്റ അവർ ബാക്കി ട്രെയിനിങ്ങിനോ മറ്റ് ഓർഗനൈസേഷൻ്റെ ട്രെയിനിങ്ങിനോ യൂസ് ചെയ്യാറില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു കേസിൽ ഒരു സെക്യൂർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ API കീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കേസ് ഈ പ്രോംപ്റ്റ് ആസ്ക് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു Node.js ആപ്ലിക്കേഷൻ ലാംഡ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കട്ടെ. ഡെവലപ്പ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഡെവലപ്പർ ആ ഒരു കോണ്ടെക്സ്റ്റ് ഒരു എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് Node.jsലുള്ള ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, അതായത് ഹൗ ടു ഡിപ്ലോയ് എ Node.js ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ ക്യൂ ചിലപ്പോൾ ക്ലാരിഫൈ എങ്ങോട്ടാണ് ഡിപ്ലോയ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അതേസമയം നമ്മൾ ജനറിക് ആയിട്ട് ഹൗ ഡു ഐ ഡിപ്ലോയ് മൈ ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു റെസ്പോൺസ് കറക്റ്റ് കിട്ടത്തില്ല. ഇതിൻ്റെ ഒരു സമ്മറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആസ് ആക്യുറേറ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് കൂടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കോഡ് ബേസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനറിയാൻ പറ്റും. ചോദിക്കുന്ന സമയത്ത് സ്പെസിഫിക് ആയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഇവിടെ AWS അക്കൗണ്ടിലുള്ള ഒരു ലാംഡ ഫംഗ്ഷൻ അത് RDS മീൻസ് ഒരു ഡേറ്റാബേസ് സിസ്റ്റമാണ്, അതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ആ സമയത്ത് നോർമലി ഇതിന് കണക്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കേസ് വരും. സംഹൗ ടൈം ഔട്ട് സംഭവിക്കും. അപ്പോൾ ലാംഡ ലോഗ്സ് നമ്മൾ ക്ലൗഡ് ഫോർമേഷനിൽ നോക്കുകയാണെങ്കിൽ ലാംഡ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ടൈംഡ് ഔട്ട് ആവുന്നുണ്ട്, ഡേറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല.
ലാംഡയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തിൻ ഷോർട്ട് അത് ക്വിക്കായിട്ട് അത് ഫിനിഷ് ആവണം, എങ്കിലേ അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മൈ ലാംഡ ഈസ് ഗെറ്റിംഗ് ടൈംഡ് ഔട്ട്, വാട്ട് ടു ഡു എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യൂവിന് അതൊരു ബെറ്റർ റെസ്പോൺസ് തരാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഒരു വേ എന്ന് പറയുന്നത് പ്രോംപ്റ്റിൽ നമുക്ക് എന്ത് എററാണോ കിട്ടുന്നത് അത് ഇൻക്ലൂഡ് ചെയ്യുക. സെക്കൻഡ്, ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി കൊടുക്കുക, നമ്മൾ എവിടെയാണ് ലാംഡ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ലാംഡ ഒരു VPCക്ക് അകത്തായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു കാര്യങ്ങളൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സോ അതിലെന്തെങ്കിലും ട്വീക്ക് വരുത്തിയാൽ ഇത് ഫിക്സ് ആവുമെന്നുള്ളത് ഈ ക്യൂവിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി, പഠിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ AWS സർവീസസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂ കമേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് റോൾസിലുള്ളവരാണെങ്കിൽ അവരുടെ റോള് കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്പെസിഫിക് ടൈലേർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ക്യൂവിന് തരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ബിസിനസ് അനലിസ്റ്റാണ് ക്യൂ സർവീസ് യൂസ് ചെയ്യണത്, അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അറിയണമെങ്കിൽ ഇൻ അഡീഷൻ ടു ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ സ്പെസിഫിക് ആയിട്ട് ടൈലേർഡ് ആയിട്ടുള്ള, അതായത് ക്യൂവിന് ബിസിനസ് റിലേറ്റഡ് സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ കൂടി അതിന് തരാൻ സാധിക്കും. സോ ഇത് പലരും പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ടീംസ് ഇത് ക്യൂ യൂസ് ചെയ്യുന്നത് അവരുടെ കോഡിങ് ആക്സലറേറ്റ്, കോഡിങ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാനും ഈസി ഡീബക്കിങ്ങിന് ചെയ്യാനും, പിന്നെ സജഷൻസ്, ബെറ്ററായിട്ടുള്ള സജഷൻസ് AWS സർവീസസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സജഷൻസ് യൂസ് ചെയ്യാനും ഒക്കെ ചെയ്യാൻ പറ്റും. അതേസമയം ഓപ്പറേഷൻസ് ടീമാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും കൺസോളോ അല്ലെങ്കിൽ CLI വെച്ചിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്യാനും ഈ സർവീസ് കോൺഫിഗറേഷൻസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ ഗൈഡൻസിന് വേണ്ടിയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കൂട്ടർ ആർക്കിടെക്റ്റിംഗ് ടീംസ്, അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഈ പറഞ്ഞ ഡിസൈൻ പാറ്റേൺസ് മനസ്സിലാക്കാനും അവർ ഒരു ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഒരു സൊല്യൂഷന് വേണ്ടി കണ്ടെത്തിയാൽ അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാനും കൂടുതൽ അതിനെ എൻഹാൻസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കേസസിലായിരിക്കും ആമസോൺ ക്യൂ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി പിന്നെ വേറെ ഒരു കൂട്ടർ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ലാംഡ വെച്ചിട്ടൊരു സെർവർലെസ് വേ ഓഫ് അപ്രോച്ച് വെച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇനി സംഹവ് ഇതിനെ ഡിപ്ലോയ് ചെയ്യണം. അവർക്ക് ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു വേ ഓഫ്, അത് ബേസിക്കലി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് അപ്രോച്ചാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് അപ്രോച്ചിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു റെക്കമെൻഡഡ് പ്രാക്ടീസും കൂടെയാണ്, AWSൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് കൂടെയാണ്. കോഡ് നമ്മൾ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരു കോഡായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണോ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും റിവേർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. അതിലൊരു ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് കോഡ് വഴി ചേഞ്ച് വരുത്താനോ അത് റിപ്പോസിറ്ററി വഴി അതിനെ ഡിപ്ലോയ് ചെയ്യാനൊക്കെ പറ്റും. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ്, ഇത് ടെറാഫോം, ക്ലൗഡ് ഫോർമേഷൻ ആ രീതിയിലൊക്കെ ചെയ്യാം. സോ ഷോർട്ടായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ക്ലൗഡ് ഫോർമേഷനാണ് നേറ്റീവായിട്ട് AWSനുള്ള ഒരു അപ്രോച്ച്. ബട്ട് ഞാനൊരു സെർവർലെസ് ആപ്ലിക്കേഷൻ ചെയ്തു, ലാംഡ, DynamoDB, API ഗേറ്റ്വേ ഇതൊക്കെ വെച്ചിട്ട് ഒരു ബേസിക് സെർവർലെസ് ആപ്ലിക്കേഷൻ ചെയ്തു, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിത് ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് ചെയ്യാൻ നേരത്ത് എനിക്ക് ഒരു ക്ലൗഡ് ഫോർമേഷൻ ടെംപ്ലേറ്റ് എഴുതാൻ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ആ സെർവർലെസ്സിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ട് എഴുതാൻ അറിയില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ആമസോൺ ക്യൂവിനടുത്ത് ഇത് ഈ പറഞ്ഞ ലാംഡാസ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റും ഇത് കൊടുത്തിട്ട് എഴുതാൻ പറയാം. സോ അത് എഴുതി തരും. സോ പിന്നെ നമുക്ക് ഓൺസ് ഈ ക്ലൗഡ് ഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും, കൺസോളിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ കറസ്പോണ്ടിങ് CLI ടൂൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു AI ഒരു മാക്സിമം ജനറേറ്റീവ് AI ആൻഡ് ഏജൻറ്റിക് AIയുടെ ഒരു മാക്സിമം ഹെൽപ്പ് ഈ ക്യൂ മുഖേന നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഹെൽപ്പ് നമുക്ക് മറ്റൊരു എക്സ്പേർട്ടിനെ ആയിട്ടുള്ള ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ക്യൂവിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. സോ പലതരത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വെക്കുക, പ്രോംപ്റ്റ് കൊടുക്കുക, പലതരത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വർക്ക്ഷോപ്സ് ചില സമയങ്ങളിൽ AWS ഡയറക്റ്റ് നടത്താറുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ അവരുടെ ഓൺലൈനായിട്ടുള്ള വർക്ക്ഷോപ്സും കാണാൻ പറ്റും. ഇതിലെല്ലാം ഈ ക്യൂ വെച്ചിട്ട് തന്നെ സെർവർലെസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഈവൻ ഡിപ്ലോയ്മെൻറ്റ് പൈപ്പ്ലൈൻസ് വരെ ഡെവലപ്പ് ചെയ്യാനും പറ്റും. സോ അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് യൂസിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഈ പറഞ്ഞ
പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ സിസ്റ്റംസ് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏജൻറ്റ്സ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ഒരു പൈതൺ ബേസ്ഡ് ഫ്രെയിംവർക്ക് AWS ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏജൻറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അധികം ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കേസാണ്, എസ്പെഷ്യലി AWS ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇല്ലാത്തവർക്ക്. അവർ ഈ ഏജൻറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റ് ഫ്രെയിംവർക്ക്സും മറ്റ് കാര്യങ്ങളും യൂസ് ചെയ്ത് അത് അത്ര ക്ലിയറും ആയിരിക്കില്ല, ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട്. ബട്ട് ഈ സ്റ്റാൻസ് ഫ്രെയിംവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പറഞ്ഞ ക്യൂവിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് സ്റ്റാൻസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏജൻറ്റ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കണക്റ്റേഴ്സ് ഈ സ്റ്റാൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കണക്റ്റേഴ്സ് ലൈക്ക് ഒരു ലെഗോ ബ്ലോക്ക് പോലെയാണ്. അത് വെച്ച് ലീഗോ ബ്ലോക്ക് പോലെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ടാസ്ക്, ഫോർ എക്സാമ്പിൾ ഒരു ഫയൽ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് വേറെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെന്നെങ്കിൽ സ്റ്റാൻസ് അതിൻ്റെ ഫ്രെയിംവർക്ക്സ് ഒക്കെ അതിൻ്റെ കണക്റ്റേഴ്സ് തരുന്നുണ്ട്. സോ വിത്ത് മിനിമൽ കോഡ് നമുക്ക് ഏജൻറ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓൺസ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഏജൻറ്റ് കോർ എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ ഏജൻറ്റ് കോർ മീൻസ് AWSൻ്റെ തന്നെ ഏജൻറ്റ് ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെ ഡിപ്ലോയ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടെയ്നറായിട്ടും ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, ലോങ് റണ്ണിങ് ആയിട്ടുള്ള ഇതാണെങ്കിൽ. സോ ഇങ്ങനത്തെ ഒക്കെ ഉള്ള കുറേ ലാംഡയിലും ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന കേസസ് ഉണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ഔട്ട് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ പറഞ്ഞ ക്യൂവിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എത്രത്തോളം അവൈലബിൾ ആണെന്നുള്ള കേസസാണ്. ചില ഓർഗനൈസേഷൻസിൽ ക്യൂ ചിലപ്പോൾ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ IDEയിൽ ഇത് യൂസ് ചെയ്ത് ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടി ഇത് സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ആമസോൺ ക്യൂ യൂസ് ചെയ്യാൻ പറ്റും. AWS റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രാക്ടീസസ് വച്ച് എൻറിച്ച് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടി ബാക്കി സർവീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സർവീസ് തന്നെയാണ്. ഇതിന് ആൻസേഴ്സ് കിട്ടുന്ന ഫീൽ ചെയ്യുമ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി കോപൈലറ്റിനെയോ അല്ലെങ്കിൽ ജെമിനിയോ പ്രൊവൈഡ് ചെയ്യുന്ന ജനറിക് ആൻസേഴ്സിനെക്കാളും കുറച്ചുകൂടെ AWS സ്പെസിഫിക് ആയിട്ടുള്ള ഒരു AWS ഡോക്യുമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാക്റ്റ് ആൻസർ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ക്യൂവിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. സോ താങ്ക് യു എവരി വൺ. മറ്റൊരു എപ്പിസോഡുമായിട്ട് പുതിയതായിട്ട് വരുന്നതായിരിക്കും. സോ താങ്ക് യു എവരി വൺ.